നമസ്കാരം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏഴംകുളത്താണ്, പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളത്ത്. ഞങ്ങളിവിടെ വരാനൊരു കാരണമുണ്ട്. ഇവിടെ ഒരു ചേട്ടന് 2-3 മരത്തിലായിട്ട് ഒരു ഏറുമാടം പണിതിട്ടുണ്ട്. അത് കുറേ വൈറലായിട്ടുണ്ട്. അപ്പം ഞങ്ങളും അത് കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ മരുമോന്റെ പഴയ വീട് പൊളിച്ചായിരുന്നു, പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് അവിടെ കിടന്ന് പന്നായി പോകണ്ടെന്ന് ഞാൻ എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ചുമ്മാ ഒരാശയം തോന്നി, എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നുള്ളൂ. എല്ലാം പഴയ സാധനങ്ങളാണ്. അപ്പം ഇതിനാണ് ട്രോള് വരുന്നതെന്ന് പറഞ്ഞാൽ അതാണ് ഈ രസം. പിന്നെ പല്ല് വെട്ടേക്കെന്ന് പറഞ്ഞാൽ ഇത്രയും പൈസക്ക് തീരുമോ അങ്ങനെ. പക്ഷെ ഇത് ഞാൻ തന്നെ ചെയ്താണ്ട് നമുക്ക് പൈസ മുടക്കില്ല. എല്ലാം പഴയ സാധനങ്ങളോ. അതുകൊണ്ട് 2000 രൂപ മാക്സിമം. 2000 രൂപയ്ക്ക് അകത്തുള്ള പൈസയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. ഈ കട്ട മാറ്റും അത് 650 രൂപ 600 രൂപ കണ്ടേ ഉള്ളൂ. പിന്നെ താഴെ ഇടുന്ന റെക്സ് മെയിനായിട്ട് ആ തെങ്ങാണ് അതിന്റെ തൂണ്. പക്ഷെ കഴിഞ്ഞ മാസം വരെ നല്ല ഭംഗിയായിരുന്നു. മൊത്തം കരിക്കും കൊല നിറഞ്ഞ് കിടക്കുമായിരുന്നു. ഇതെല്ലാം പൊഴി ഞാൻ തന്നെ ചെയ്തോ. അതുകൊണ്ട് അതിനകത്ത് പൈസ ലേബർ ചെലവൊന്നുമില്ല. സ്വന്തമായിട്ട് ചെയ്ത ഒരു കാര്യങ്ങളാണ്. ഇങ്ങനെ ഒരു ഐഡിയ നേരത്തെ മനസ്സിലുണ്ടായിരുന്നു? ഒന്നുമില്ല, ഈ കിട്ടിയ ഉടനെ എന്തെങ്കിലും ഒരു വ്യത്യാസം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ചെയ്തു. ഫുൾ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നല്ലേ? ലൈറ്റ് അറേഞ്ച്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. റേഡിയോ ഉണ്ട്, ടേപ്പ് ഉണ്ട്, ആംപ്ലിഫയർ സിസ്റ്റം ഉണ്ട്, കട്ടിലുണ്ട്, ബെഞ്ചുണ്ട്, കീപ്പോ ഉണ്ട്, കറണ്ട് പോവാണെങ്കിൽ മണ്ണെണ്ണോളൊക്കെ ഉണ്ട്. അപ്പൊ ഉച്ച വാർത്ത റേഡിയോ ഒക്കെ വെച്ചേക്കുവന്നല്ലോ. റേഡിയോയുടെ വാർത്ത കേട്ടോണ്ടിരിക്കുവായിരുന്നു. ഹോം തിയേറ്റർ പോലെ ഉണ്ട്. ഹോം തിയേറ്ററിന്റെ സിസ്റ്റം ഉണ്ട്, ഫാനുണ്ട്, ടേപ്പ് റെക്കോർഡോട് കൂടിയ റേഡിയോ ആണ്. നല്ല കൂളിംഗ് അല്ലേ? നല്ല തണുപ്പാണ്. തണുപ്പെന്ന് പറഞ്ഞാൽ ആ തെങ്ങിന്റെയും ഈ 2-3 റംബുട്ടാനും നിൽക്കുന്നതായിട്ടുള്ള നല്ലതാണ്. പഴയ ചിമ്മിനി റാന്തലാണ്. കറണ്ട് അഥവാ പോവുകയാണെങ്കിൽ കത്തിക്കാം. പത്രമൊക്കെ വാങ്ങിക്കാനായിട്ട് വൈകുന്നേരം കയറി കറണ്ട് പോവുകയാണെങ്കിൽ കത്തിക്കാം. അതെ അതെ അതെ. അപ്പൊ വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ കയറി വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം, ജോലി എന്ന് പറഞ്ഞാൽ കൃഷിയാണ്, സ്വന്തമായിട്ടുള്ള വർക്കുകളാണ്. കഴിഞ്ഞ സമയത്ത് വൈകുന്നേരം വിശ്രമ സമയത്ത് കയറി ഇരിക്കാറുണ്ട്. ഇതല്ലാതെ ഈ തൂക്കാശാൻ എന്നറിയപ്പെടുന്നില്ലേ? ദേവീക്ഷേത്രത്തിന്റെ തൂക്കത്തിന്റെ ആശാനുണ്ട്. അങ്ങനെ അറിയപ്പെടും, നാട്ടിൽ അങ്ങനെ അറിയപ്പെടുന്നതെന്ന് തോന്നല്ലോ. ഞങ്ങൾ 2 പേരാണ്, 2 പേരിൽ ഒരാളെയാണ്. ശിവൻപിള്ള ചേട്ടന്റെ പേര്? ശിവൻപിള്ള. ഇവിടെ പണ്ടോട്ട് ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു? അതോ എന്തെങ്കിലും ഒരു വ്യത്യസ്ത കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ആവുമെന്നുള്ള പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഞാൻ ചുമ്മാ ചെയ്തു. അതെ അതെ. അങ്ങനെ ചെയ്തിട്ട് നമ്മളെല്ലാരും ഇങ്ങനെ ചിന്തിക്കാറുണ്ടെങ്കിലും പെട്ടെന്ന് ഇത് പ്രാവർത്തികമാക്കത്തില്ല. പ്രാവർത്തികമാകാൻ കാരണം ഈ പഴയ വരെ പൊളിച്ചു കിട്ടിയതാണ് അതിനകത്ത് കാര്യം. അതെ, എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ കാണും, പക്ഷെ അവരാരും പ്രാവർത്തികമാക്കത്തില്ല. മനസ്സിലിട്ടങ്ങ് ആദ്യ സമയത്തൊക്കെ ചെയ്ത വീട്ടിലൊക്കെ ഭയങ്കര എന്തെങ്കിലും കാണിച്ചു വെക്കുക ചെയ്ത് കഴിഞ്ഞപ്പോ അതെ, അതങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പോ ഒരു ഇത് ആയി കഴിയുമ്പോ എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടും. ആദ്യമൊക്കെ നെഗറ്റീവ് ആയിരിക്കും എല്ലാരും പറയുന്നത്. ഇതാണ് 14 അടി ഹൈറ്റ് ഉണ്ട് നമ്മൾ ഇരിക്കുന്ന ഫ്ലോർ. അതിന് പിന്നെ അതാ ഇതിനകത്താണ് 8 അടി ഹൈറ്റോളം. ഇത് നമുക്ക് 3 പേരുടെ വെയിറ്റ് ഒക്കെ ഞങ്ങൾ 9 പേര് വരെ കൂട്ടുകാരെല്ലാം കൂടെ. അതായത് ഞാൻ അതിൽ ഏറ്റവും ശരീരം കുറഞ്ഞ ആള്. മറ്റേന്ന് പറഞ്ഞാൽ 80 കിലോ 85 കിലോ ഉള്ള ഞങ്ങൾ 10 പേരോളം ഇതിനകത്തിരുന്നിട്ടുള്ളൂ. ഇതൊരു ചെറിയ ഒരു റൂമിന്റെ സെറ്റപ്പ്. 45 സ്ക്വയർ ഫീറ്റ് ഉണ്ട് മൊത്തം. അതെ അതെ, എല്ലാം ഉണ്ട്. ടേപ്പ് റെക്കോർഡ് ഉണ്ട്, ഫാനുണ്ട്. ഈയിടെയായിട്ട് മനോരമ പത്രത്തിലുണ്ടായിരുന്നു, പിന്നെ മനോരമ ചാനലുണ്ടായിരുന്നു, ഏഷ്യാനെറ്റ് ചാനലുണ്ടായിരുന്നു, അങ്ങനെ ആ ചാനലിൽ കണ്ടാ ഞങ്ങള്. പിന്നെ അമൃതയുടെ ചാനലുണ്ടായിരുന്നു, മീഡിയ മലയാളം ഉണ്ടായിരുന്നു. അതെ, നമ്മൾ ഈ സമീപത്ത് അടൂര് തന്നെ നമ്മളുള്ളത്. പക്ഷെ നമ്മൾ അറിയുന്നത് യൂട്യൂബിൽ കൂടെ ഒക്കെ അറിയുന്നത്. അല്ല, ഇത് അറിയാൻ കാരണം തന്നെ നമ്മുടെ വേണംകുളത്ത് ശരത്ത് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരന് ഇത് ഇവിടെ എന്നെ കാണാനായിട്ട് വന്നു. പുള്ളി അങ്ങനെ കണ്ട് പുള്ളിയാണ് കേരള കൗമുദി പത്രത്തിൽ ആദ്യമായിട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റുകാരെ വിളിക്കുന്നത്. വിളിച്ച് അങ്ങനെയാണ്. അത് നമ്മള് ഇപ്പൊ കോണ്ടാക്ട് ചെയ്തായിരുന്നു. ഈ ശരത്ത് എന്ന് പറയുന്ന ആള് തന്നെ ഈ ഫോൺ നമ്പർ ചേട്ടന്റെ ഫോൺ നമ്പർ തന്നത് ആള്.
അപ്പൊ ഇതിലെ കൂടെ ഉണ്ടാവും ജനലൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ കൂടെ നോക്കി കഴിഞ്ഞാൽ ഇതിലെ കൂടെ നോക്കിയാൽ വെളിയിലുള്ള വീട്ടിലുള്ള ആൾക്കാരെ ആരെയും കാണാം. 4 വഴിയും അവിടെ നിക്കുന്നത് വൈഫും കൊച്ചുമോളുമാണ്. ആന്നില്ലയോ? അങ്ങനെ ഇവിടെ നിന്ന് വെളിയിലോട്ട് അവളുള്ള കാഴ്ച എല്ലാ കാര്യങ്ങളും പറയാം. നമ്മൾ അടച്ചുമൂടിയ ഒരു സമ്പ്രദായമല്ല. അതുകൊണ്ട് മേലെ റോഡിൽ കൂടെ വണ്ടി പോകുന്നത് കാണാം. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതെ, വൈകിട്ടൊരു കട്ടൻ ചായ ഒക്കെ ഇട്ട് ഇവിടെ പത്രം വായിച്ചിട്ട് അതിനായിട്ടൊരു ഷെൽഫ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ എടുത്തു വെക്കാം. പത്രം വായിച്ചിട്ട് അതിനായിട്ടൊരു ഷെൽഫ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അവിടെ എടുത്തു വെക്കാം. പത്ര വായനയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ട് താപ്പോട്ടൊക്കെ താത്തിട്ട് കഴിഞ്ഞാൽ അത് ചാരി വെച്ചിട്ട് തന്നെ നമുക്ക് വായിക്കും. പത്രം വായിക്കും. കട്ടൻ ചായയൊക്കെ കുടിച്ച് പാട്ടൊക്കെ കേട്ടിരിക്കാം. എനിക്ക് പഴയ പാട്ടുകൾ കേൾക്കുന്നത് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. നല്ല തണുപ്പാ. ഒരു ചൂടെന്ന് പറയുന്ന സമ്പ്രദായം നമ്മൾ അറിയത്തേ ഇല്ല. ഇപ്പൊ നമ്മള് വെളിയിൽ നിന്ന് നമ്മൾ കയറി വന്നുകൊണ്ടാണ് ഇപ്പൊ ഫാനിന്റെ ആവശ്യം വന്നത്. ഇല്ലെങ്കിൽ ഫാനിന്റെ കാര്യമില്ല. ഈ 2-3 റംബട്ടാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ പുറത്തോട്ട് തെങ്ങ് നിൽക്കുക. നല്ല തണുപ്പായിട്ടുണ്ട്. ഒരു 1-1.5 മാസം മുന്നേ ഫുള്ള് കരിക്ക് തേങ്ങ നിറഞ്ഞു കിടക്കുന്നത്. അതായിരുന്നു ഇത് ഭംഗി. അവിടെ നിന്നിട്ട് തേങ്ങ എടുത്താൻ പറ്റില്ലേ? സന്തോഷമായിട്ട് എന്റെ ഒരു ഉപകാരം. ഞാൻ ബിന്ദുവായിട്ട് അപ്പൊ ഇത്രയും മനോഹരമായിട്ടൊരു ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അധികം ആൾക്കാരൊന്നും ഇങ്ങനൊന്നും ചെയ്യാറില്ല. എല്ലാവരുടെ മനസ്സിൽ കാണും, എന്നാലും ആരും ചെയ്യാറില്ല. നല്ല സപ്പോർട്ട് കൊടുത്തില്ലേ? അല്ല, അവളോട് എന്നെ സഹായിച്ചായിരുന്നു. ആദ്യ സമയങ്ങളിലൊക്കെ ഈ ഷീറ്റ് മേളിൽ കയറ്റാനും മേച്ചിലിനെ സഹായിക്കാനും ഒക്കെ അവളുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ വകയായിട്ടൊരു സന്തോഷത്തിന് വേണ്ടിട്ടാ ചെറിയൊരു ഉപകാരം. ഇതിനെ ഒന്ന് മാറ്റി ചെയ്യണമെന്ന് എനിക്ക് ചിന്തയുണ്ട്. അതെ, കുറച്ചും കൂടെ ഒക്കെ ഒന്ന് വിവരമായിട്ട് അതെ, നല്ല പ്രോത്സാഹനം എല്ലാവരും എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ചെയ്തേ നോക്കാം. ഈ വെള്ളം ഉണ്ടാക്കി വെച്ചേക്കുന്നത് തന്നെയാണ്. അതെല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നത് എല്ലാം തന്നെയുള്ള പണികളാണ്. അതെ, അത് നല്ല കാര്യം. അതൊക്കെ ചെയ്യണം. നമ്മൾ മനസ്സിട്ടുകൊണ്ടിരിക്കാതെ അതൊക്കെ ചെയ്ത് പ്രാവർത്തികമാക്കണം. അതാണ് എന്നെല്ലാം അംഗീകരിക്കപ്പെടത്തുള്ളൂ. ഒരുപാട് ആൾക്കാരിലേക്കൊക്കെ എത്തപ്പെടത്തുള്ളൂ. അതെ അതെ അതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു. ഇതിലൂടെ ഇപ്പൊ മൊത്തത്തിൽ അറിഞ്ഞു പോലെ എല്ലാം. ഫോണൊക്കെ തുറന്നു നോക്കി ഇതേ ഉള്ളൂ. അപ്പൊ ശരി എന്നാ. ശരിയാകും.